കേരള നഴ്സ് ആൻഡ് മിസ് വൈസ് കൗൺസിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാലക്കാട് താരേക്കാട് EMS ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ജൂലൈയിലാണ് നടക്കുന്നത്. ആരോഗ്യമേഖലയിലെ പ്രധാന സംഘടനകളായ കേരള NGO യൂണിയൻ, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള നഴ്സസ് യൂണിയൻ എന്നിവർ സംയുക്തമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസീവ് നഴ്സസ് ഫോറം എന്ന പാനലിൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി നടത്തിയ കൺവെൻഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് ലോകോത്തരമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആരോഗ്യ മേഖലയെ പോലും വെല്ലുവിളിക്കാൻ കഴിയാവുന്ന പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിലെ ആരോഗ്യമേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്. ഇപ്പോൾ ശൈലജ ടീച്ചറുടെ കാലത്തിലായാലും ശരി, ഇപ്പോൾ നിലനിൽക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങളിലായാലും ശരി, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അതിൻ്റെ നായകനായ സഖാവ് പിണറായി വിജയൻ സഖാവും ഉൾപ്പെടുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന രണ്ട് മേഖലകളിൽ ഒന്നാണ് ആരോഗ്യമേഖല, മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖല. സാക്ഷരതയിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണല്ലോ കേരളം. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിലാണ് കേരളം. ഇപ്പം അമേരിക്കയിലൊക്കെ കോവിഡ് രോഗം പടർന്നു പിടിച്ച സമയത്ത് ഡെഡ് ബോഡി മറവിയാൻ സെമിത്തേരിയുടെ മുമ്പിൽ ആംബുലൻസുകൾ ദിവസങ്ങളോളം ക്യൂ നിൽക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന ഒരു ചെറിയ സംഭവം പോലും ഉണ്ടായിട്ടില്ല. K. സന്തോഷ് കുമാർ അധ്യക്ഷനായി. MK വസന്ത, CG, ആശാദീപ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.